ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് യൂട്യൂബിന് വേണ്ടി നാടകം കളിച്ചു. അമ്മയെയും മാർക്കറ്റ് ചെയ്തു. മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും. യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. സോറി സാരില്ല, അർജുൻ തന്നെ പേരിടും. നമ്മളെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ അർജുൻ്റെ ലോറി എവിടെ, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷാപൂർവമായുള്ള കാത്തിരിപ്പായിരുന്നു. ഇപ്പം വിഴിപ്പിഴക്കലിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. അർജുൻ്റെ വീട്ടുകാരെ ഇന്നൊരു പത്രസമ്മേളനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം മനാഫിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. കാരണം മനാഫും ഈശ്വർ മല്ലപ്പയൊക്കെ യൂട്യൂബ് ചാനലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരുടെ നിഗമനം. അല്ലാതെ അവരുടെ വീട്ടുകാർ മാത്രമാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. മനാഫും ഈശ്വരുമൊക്കെ ഇതിനു വേണ്ടിയല്ല, തങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ മനാഫിനെതിരെ വേറൊരു ഗുരുതരമായ ആരോപണം കണ്ടു. മനാഫ് കാശ് പിരിക്കുന്നതായിട്ടും ആരോപണം കണ്ടു. അപ്പം ഇത് ഒരാവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അർജുൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അർജുനെ പരിചയമില്ലാത്തവർ പോലും, അർജുനെ ഞാൻ പറഞ്ഞില്ലേ 72 ദിവസം മുമ്പേ, 72 ഇപ്പം കുറച്ച് ദിവസമായി നമ്മൾ പരിചയപ്പെടുമ്പോൾ, ജൂലൈ 16-ാം തീയതി നമ്മൾ അറിയുമ്പോൾ നമ്മളുടെ ഒരു പ്രിയപ്പെട്ടവനായി തീരുകയായി. അതിലൂടെയാണ്, അർജുനിലൂടെയാണ് ഈ മനാഫിനെയും ഈശ്വരനെയും അർജുൻ്റെ കുടുംബത്തെയും എല്ലാം നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ വേദന നമ്മളുടെ വേദനയായി. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ മനാഫിനെ പറ്റിയുള്ള മനാഫിൻ്റെ വീഡിയോയാണ് കാണുന്നത്. ഈ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനാഫിൻ്റെയും ഈശ്വറിൻ്റെയും ഒരു ഇതുണ്ട്. കാര്യം സ്വന്തം ബന്ധുക്കൾ പോലും കാണിക്കാത്ത, ബന്ധുക്കളല്ല സഹോദരങ്ങൾ പോലും, കൂടപ്പിറപ്പുകൾ പോലും കാണിക്കാത്ത ഒരാത്മാർത്ഥത മനാഫിൻ്റെ ഓരോ പ്രവൃത്തിയിലും ഞാൻ കണ്ടു. മനാഫ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാണിച്ചു എന്നൊന്നും വീട്ടുകാർ പറയുന്നതൊക്കെ ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ആൾക്കാരുടെ പ്രവൃത്തി കാണുമ്പം തന്നെ അറിയാം. ഇപ്പം അതിനു വേണ്ടിയാണെങ്കിൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണെങ്കിൽ 72 ദിവസം അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വയനാട് ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരെ TV ചാനലുകളെല്ലാം ഇതങ്ങ് മാറ്റി. അപ്പം മനാഫിനെ സംബന്ധിച്ച് പിന്നെ ഈ മാധ്യമങ്ങൾക്കും എല്ലാം വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന മനാഫാണ്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി വല്ലാതെ ത്യാഗം അനുഭവിച്ചു. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത്, അതുപോലെ രഞ്ജിത്ത് ഇസ്രായേൽ അല്ലേ, ഈശ്വര്, അതൊരു മനാഫ്, അവരെ ആരുടെയും ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ, ഇപ്പം വീട്ടുകാരുടെ ഇത് കണ്ടപ്പം എനിക്ക് മനസ്സിലായത് കേരള സർക്കാരിൻ്റെയോടും കർണാടക സർക്കാരിനോടും ഒപ്പം നിൽക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ബാക്കി എല്ലാവരും ഒന്നും ചെയ്തില്ല എന്നുള്ള ധ്വനി വരുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഏതായാലും അവരുടെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം. ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം വൈകാരികതയെ ചൂഷണം ചെയ്ത് മനാഫ് മുതലെടുക്കുകയാണെന്നും പലയിടത്തു നിന്നും കുടുംബത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞ് ഫണ്ട് സമാഹരിക്കുന്നുണ്ടെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കുറ്റപ്പെടുത്തി. മനാഫ് സ്വരൂപിക്കുന്ന ഫണ്ടിൽ നിന്നുള്ള പണം കുടുംബത്തിന് വേണ്ട. ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് യൂട്യൂബിന് വേണ്ടി നാടകം കളിച്ചു. അമ്മയെയും മാർക്കറ്റ് ചെയ്തു. മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും ഇനിയും ഇതേ രീതി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി. വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈശ്വർ മാൽപ്പയും
പിന്നെ മനാഫ്കയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയില്ല. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോട് പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരുടെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനാഫ് കാശ് പിരിച്ചു എന്നുള്ളൊരു, അതുപോലെ അർജുൻ്റെ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോറിക്ക് ഞാൻ അർജുൻ എന്ന് പേരിടുമല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല. ഇവർ വീട്ടുകാർ ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമുള്ള പേരാണ് അല്ലല്ലോ. മനാഫ് അർജുൻ്റെ പേര് എനിക്ക് എൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിട്ടാൽ എന്താ? അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇടാം. അത് ചെയ്യരുതെന്ന് പറയാൻ ഇവർക്ക് യാതൊരുവിധ അവകാശമില്ല. അതുപോലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലുകൾ നിർത്തണം, അതിലൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയാമെന്നുള്ള യാതൊരു അവകാശം ഇവർക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇതിന് മറുപടിയൊക്കെ ആയിട്ട് പിന്നെ കാശ് പിരിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞിട്ട് കുടുംബങ്ങളെല്ലാവരും കൂടെ ഇത് അനാവശ്യമൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞു. പിന്നെ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വിഴുപ്പലക്കലിൻ്റെ ഇതായിട്ടേ ഉള്ളൂ, ചിരിക്കാനുള്ള വക നൽകുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ മാധ്യമശ്രദ്ധ ഒരാൾ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരു അസൂയ തോന്നും. അല്ലെങ്കിൽ ഈ പല യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും എല്ലാം മനാഫിനെ വളരെയധികം പ്രകീർത്തിച്ചാണ് സംസാരിച്ചത്. അത് നമ്മളും വീഡിയോ ചെയ്തിരുന്നു. കാരണം നമ്മൾ നോക്കി കാണുമ്പോൾ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയോട് മുതലാളി ചെയ്യുന്ന രീതി അല്ല മനാഫി കണ്ടത്. ഒരു ആത്മാർത്ഥത കണ്ടായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. നാളെയും ആർക്കെങ്കിലുമൊക്കെ എല്ലാ മനുഷ്യനും തോന്നണം അല്ലേ, അതിനുവേണ്ടിയാണ്. പിന്നെ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ടവനാണ്. അവരെന്ത് ചെയ്താലും പ്രകീർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അവകാശമാണ്, അവർ ചെയ്തേ പറ്റൂ. ഇപ്പം അച്ഛനും അമ്മയും സഹോദരങ്ങളും അളിയനും പെങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അർജുന് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടി ചെയ്യും. പക്ഷെ മനാഫിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു അന്യ വ്യക്തി തന്നെയാണ്. പിന്നെ അർജുൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തിന് വേണ്ടി ഇത്രയൊക്കെ ഈ സമയത്ത് അതുമല്ല ഈ കാലഘട്ടത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് ഉയർത്തി കാണിക്കേണ്ടതും അത് പ്രകീർത്തിക്കേണ്ടതും അത്യാവശ്യം. കാരണം നാളെ ഓരോ മനുഷ്യനും അങ്ങനെ തോന്നണം, എങ്കിൽ മാത്രമേ നാളെ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ച് വീട്ടുകാർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പത്രസമ്മേളനം ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് പത്രസമ്മേളനം വിളിച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ, അർജുനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇതൊരു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം മനാഫുമായിട്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവരെല്ലാം കൂടെ മനാഫിൻ്റെ വീട്ടിൽ പോവുകയോ മനാഫിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഇടനിലക്കാരൻ മുഖേന സംസാരിച്ചോ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതിൻ്റെ ഇടയിലിട്ട് ഇത് സത്യം പറഞ്ഞാൽ അർജുനനോടുള്ള നാട്ടുകാരുടെ സ്നേഹമുണ്ടല്ലോ അതിന് മങ്ങലേൽപ്പിക്കരുത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിനുള്ള പ്രതികരണമായിട്ട് മനാഫും വന്നിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് കേൾക്കാം. പൂർണ്ണമായി തള്ളുകയാണ് മനാഫ്. കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നായിരുന്നു മനാഫിന്റെ പ്രതികരണം. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്ന ആളെൻ്റെ. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. അർജുൻ എന്നുള്ള പേര് ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കക്കോല പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. എൻ്റെ ലോറി സാരില്ല, അർജുൻ തന്നെ പേരിടും. ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിക്കുന്നു. അപ്പം ഇതിനകത്ത് മനാഫ് പറഞ്ഞ പോലെ ലോറിക്ക് അർജുൻ്റെ പേര് തന്നെ എടുക്കും. അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും. അതുപോലെ യൂട്യൂബ് ചാനലിൽ നിർത്തണമെന്ന് വിചാരിച്ച് ഇനിയിപ്പം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്.
ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലൊക്കെ നടക്കട്ടെ അല്ലേ, അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പേരിൽ ഒരു വീഡിയോ അർജുനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ചാപ്റ്റർ ക്ലോസ് ആക്കി. പിന്നെ ഇവരൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ലെങ്കിൽ മാധ്യമശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഇതെല്ലാം മാധ്യമങ്ങളുടെ എല്ലാം അവനാണ് വല്ലവൻ എന്ന് മാധ്യമങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ഞങ്ങൾ ചെയ്തതൊന്നും ഇതില്ലേ എന്നുള്ളൊരു തോന്നലും ഒക്കെ അസൂയയും കുശുമ്പും ഒക്കെ ഇതിനകത്തുണ്ടെന്നേ. ഏതായാലും അർജുൻ്റെ പേര് എന്ന് പറയുന്നത് മലയാളക്കരയുടെ മനസ്സിൽ അർജുനൊരു സ്ഥാനമുണ്ട്. അതെല്ലാവരും കൂടെ കളഞ്ഞു കുളിക്കരുത് എന്നുള്ള അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബായ്.